ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് 100ന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകളായ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, അതുപോലെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്, ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസുമായിട്ടാണ്. ഇതിൽ ഫ്രഷേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഉണ്ട്. അതുമാത്രമല്ല IT മേഖല കൂടാതെ നോൺ IT മേഖലയിലും, അതായത് ബിസിനസ് ഡെവലപ്മെന്റ് മേഖലയിലും ഒക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്, അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം വന്നിട്ടുള്ള വേക്കൻസി കോഴിക്കോട് സൈബർ പാർക്കിലാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ലൊജിയോളജി എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൽ അവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത് BCom അഥവാ MCom ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ്. 0 to 1 year വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം logiology.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അതുവഴി തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിലാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള വാറ്റൽ കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സീനിയർ ടെക്നിക്കൽ കണ്ടന്റ് റൈറ്റർ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ആണത്. 2+ years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ് അവർ പറയുന്നത്. വർക്ക് ലൊക്കേഷൻ പറഞ്ഞ പോലെ തന്നെ സൈബർ പാർക്ക് കോഴിക്കോടാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, vatalcorp.com. അതിൽ കയറുക, ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. അതിൽ കയറി കരിയർ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിൽ ഫ്രഷേഴ്സ് അഥവാ ഇന്റേൺസിന്റെ ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. വാറ്റൽ കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 0 to 6 months ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അതായത് ഈവൻ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. vatalcorp.com കയറുക, അതിൽ കയറി കരിയർ സെക്ഷനിൽ കയറിയാൽ ഈ ഒരു പൊസിഷനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതുവഴി തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഇൻഫോ പാർക്കിലാണ്. കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിലെ ടുബേസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇവിടെ വിവിധ മേഖലയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. പ്രോജക്റ്റ് ലീഡ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 6 to 10 years ആണ് ചോദിക്കുന്നത്. അതേപോലെ സീനിയർ വെബ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ വെബ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. UI ഡിസൈൻ ലീഡിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ അസോസിയേറ്റ് മാനേജർ പ്രോജക്ട്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. പ്രോജക്റ്റ് കോർഡിനേറ്ററിന്റെ വേക്കൻസി ഉണ്ട്. മാർക്കറ്റിംഗ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. ബിസിനസ് അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. സോഫ്റ്റ്വെയർ മേഖലയായ സീനിയർ DevOps എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ ജൂനിയർ DevOps എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ഇനി നോൺ IT മേഖലയായ സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 4 to 6 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇനി ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഈ ജൂനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളത്. 0 to 1 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വെബ്സൈറ്റ് ആയ tubastetechnologies.com ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. അതിൽ കയറി കരിയർ സെക്ഷനിൽ കയറിയാൽ, ഇതാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാ പൊസിഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഇൻട്രസ്റ്റഡ് ആയ പൊസിഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ സ്കില്ലുള്ള പൊസിഷൻ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള പൊസിഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്കിലുള്ള iDatalytics എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിവിധ പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറിന്റെ വേക്കൻസി ഉണ്ട്. ടെക്നിക്കൽ ട്രെയിനറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ പ്രോജക്ട് കോർഡിനേറ്ററിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട്. വർക്ക് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, ഇൻഫോ പാർക്ക് ആണ് വരുന്നത്. iDatalytics ഫസ്റ്റ് ഫ്ലോർ, ജ്യോതിർമയ ഇൻഫോ പാർക്ക് ഫേസ് 2, കാക്കനാട്, കൊച്ചി. ഈ ഒരു അഡ്രസ്സ് നോട്ട് ചെയ്യുക, കാരണം ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്ന തീയതി March 5, 2024 ആണ്. അതായത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. രാവിലെ 11 മണി തൊട്ട് ഇതിന്റെ ഇന്റർവ്യൂ ടൈം വരുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ എത്തുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതല്ലാതെ നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുത്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് കൂടുതൽ കൺസിഡർ ചെയ്യാനുള്ള ചാൻസ്.
ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ഐ ഡി വരുന്നത് hr@rp2.center എന്നാണ്. ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കുക. ആ ഒരു സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണ് എന്ന് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിൽ തന്നെയാണ്. പക്ഷെ തൃശ്ശൂർ ഇൻഫോ പാർക്കിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. തൃശ്ശൂർ കൊരാട്ടിയിലുള്ള ഇൻഫോ പാർക്കിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ജിവൻ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനിൽ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനുള്ള പൊസിഷനാണ് വരുന്നത്. HTML ഡെവലപ്പർ ഉണ്ട്, Node.js ഡെവലപ്പർ ഉണ്ട്, Node.js സീനിയർ വേക്കൻസി ഉണ്ട്, സ്പ്രിംഗ് ബൂട്ട് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, റിയാക്ട് ഡെവലപ്പർ സീനിയർ വേക്കൻസി വരുന്നുണ്ട്, അതുപോലെ .NET കോർ ഡെവലപ്പറിന്റെ ഒക്കെ വേക്കൻസി വരുന്നുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റെലവെന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. CV അയക്കേണ്ട അവരുടെ ഇമെയിൽ ഐ ഡി വരുന്നത് hr@gewaninfotech.com എന്നാണ്. അടുത്ത വേക്കൻസി ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് പരിചിതമായ ഒരു കമ്പനിയാണ്. ബൈജൂസിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്ന പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പണ്ടൊക്കെ ഈ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റിൽ ബൈജൂസിന്റെ ഒരു ഹ്യൂജ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു വർക്ക് ഫ്രം ഓഫീസ് മോഡലായിരുന്നു അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. മെയിൻലി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അതായത് ആ ഒരു ആപ്പിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻസ് പാക്കേജസ് കുട്ടികളെ മീൻസ് കരിയർ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് ആ ഒരു റെലവെന്റ് ഇൻഫർമേഷൻ കൊടുത്ത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഒരു പ്ലാന് സബ്സ്ക്രൈബ് ചെയ്യുക മുതലായ ഡ്യൂട്ടീസ് ആണ് നിങ്ങളുടെ ജോബ് റോൾ വരുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. പെർമനന്റ് ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. ഫുൾ ടൈം ജോബാണ്. ബൈജൂസിന്റെ ഡയറക്റ്റ് ഓഫർ ലെറ്റർ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളൊരു ഫ്രഷർ ആണ്, ഇനി കസ്റ്റമർ റിലേഷൻഷിപ്പ് മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ്. പോരാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ആ ഒരു കാര്യം നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഇതിന്റെ ഇൻഹാൻഡ് സാലറി അവർ പറയുന്നത് 20,000 ആണ്. 20,000 ടേക്ക് ഹോം സാലറി ആണ് വരുന്നത്. അത് കൂടാതെ മറ്റ് അലവൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുമുണ്ട്. സോ അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ അടുത്ത വേക്കൻസി ഇത് ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി പൊസിഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 2 ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അതുകൂടാതെ അപ്ലൈ ചെയ്യാനുള്ള 2 ലിങ്ക് ഉണ്ട്. 2 ഗൂഗിൾ ഫോംസ് ആണ് വരുന്നത്. ആ 2 ഗൂഗിൾ ഫോംസും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ആ 2 ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള സോഫ്റ്റ് നോഷൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഫ്രഷറിനുള്ള അവസരവുമുണ്ട്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള അവസരവുമുണ്ട്. സീനിയർ മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 4+ ഇയേഴ്സ് ആണ് ചോദിക്കുന്നത്. സീനിയർ React.js ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 4+ ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SEO സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. SEO കണ്ടന്റ് റൈറ്ററിന്റെ വേക്കൻസി ഉണ്ട്. അതുകൂടാതെ ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്ന IT ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസീസും ഉണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റെലവെന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ഐ ഡി വരുന്നത് recruitment@softnotions.com എന്നാണ്. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതും കൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ 3 IT കമ്പനികളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.